എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒത്തിരിയധികം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ധാരാളം ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള വീഡിയോസാണ് തുടർന്ന് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് മറ്റുള്ള ആളുകളുമായി പങ്കുവയ്ക്കുക. പ്രായഭേദമന്യേ ആളുകളോട് സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അടുത്ത് ആര് വന്നാലും ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്, ഒത്തിരിയധികം സംസാരിക്കാറുണ്ട്. ഞാനായിരിക്കും അങ്ങടേക്ക് സംസാരിച്ച് പലപ്പോഴും തുടങ്ങുക. പ്രായമായിട്ടുള്ള ആളുകൾ അവർ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവരുടെ കാലത്ത് നിന്ന് സംസാരിക്കാറുണ്ട്. ചരിത്രം നമുക്ക് മനസ്സിലാവും, എന്തായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ സ്ഥിതിവിശേഷം എന്നുള്ളത് മനസ്സിലാവും, മാറ്റങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാവും. വളരെ യങ്ങായിട്ടുള്ള ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവർ ഈ ഒരു കാലഘട്ടത്തിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലുള്ള ഒരു ചാനലിന്റെ ഭാഗമാവുന്ന സമയത്ത് അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ വളരെയധികം ഗുണപ്രദമാണ്. എന്നാൽ പലപ്പോഴും ചിന്താഗതിയിൽ പ്രായമായിട്ടുള്ള ആളുകളോട് സംസാരിക്കുന്ന സമയത്ത്, എല്ലാ പ്രായമായ ആളുകളും എന്ന് ഞാൻ പറയുന്നില്ല, ചിന്താഗതിയിൽ പ്രായമായിട്ടുള്ള ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് പാതി വഴിയിൽ എനിക്ക് അവരോടുള്ള ബഹുമാനം നഷ്ടപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സ്, സാമൂഹിക പ്രശ്നങ്ങൾ പലപ്പോഴും സംസാര വിഷയമായി വരാറുണ്ട്. അതിലൊക്കെ അവർ ഈസി ആയിട്ട് ചില സൊല്യൂഷൻസ് എടുത്തിടും. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടി വരുന്നു. രാത്രിയിലൊന്നും പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പറഞ്ഞാൽ അവരിൽ ഭൂരിപക്ഷം ആളുകളും പറയും, എന്തിനാണ് രാത്രിയിൽ സ്ത്രീകൾ ഇറങ്ങി നടക്കുന്നത്? അങ്ങനെ ഇറങ്ങി നടക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇറങ്ങി നടക്കുന്ന ആ ഒരു കാര്യത്തെ നിർത്തിക്കഴിഞ്ഞാൽ അതിക്രമങ്ങൾ കുറയുമെന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു സജഷൻ അവർ മുന്നോട്ടേക്ക് വയ്ക്കും. അങ്ങനെയുള്ള സൊല്യൂഷൻസ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? അല്ല. അത് ഒരാളുടെ വ്യക്തിത്വത്തെയും സ്വാതന്ത്ര്യത്തെയും ചോയ്സുകളെ ഹനിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള സൊല്യൂഷൻസ് എടുക്കാൻ പറ്റില്ല. ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു വിമർശനം പോലെ പറയേണ്ടി വരും. എന്നാൽ നമ്മൾ വിമർശിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഏറെ ബഹുമാനിക്കുന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷ സാറാണ്. അദ്ദേഹം ഒരു സമാന്തര ജേർണലിസം അദ്ദേഹത്തിന്റെ ചാനലിൽ നടത്തുന്നുണ്ട്. അദ്ദേഹം കറണ്ട് അഫേഴ്സുമായിട്ട് എപ്പോഴും ഇടപെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന് ഒരു വലിയ ഓഡിയൻസ് സപ്പോർട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്ന ചില സൊല്യൂഷൻസ് ഞാൻ മുന്നേ പറഞ്ഞ തരത്തിലുള്ള ചില സൊല്യൂഷൻസ് ആണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ ഒരു വീഡിയോ ഒത്തിരിയധികം ആളുകൾ കണ്ടു, ധാരാളം ആളുകളിലേക്ക് എത്തി. അതിൽ നമ്മൾ സംസാരിച്ചത് ഈവയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അമിത ജോലിഭാരത്തെ തുടർന്ന് മരണപ്പെട്ട അന്ന സെബാസ്റ്റ്യന്റെ കാര്യമായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ അമിത ജോലിഭാരത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. ഈ അമിത ജോലിഭാരം, കോർപ്പറേറ്റ് കമ്പനികളുടെ ആ ഒരു ചൂഷണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയധികം ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ വളരെ റോങ് ആയിട്ട് ഞാൻ മുന്നേ പറഞ്ഞ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കമാൽ പാഷ സാറിൻ്റെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എങ്ങനെയാണ് ഒരാളുടെ വ്യക്തിത്വത്തെ, അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്നത് എന്നുള്ളത്. അത്തരത്തിലുള്ള സൊല്യൂഷൻസ്, ചിന്താഗതിയിൽ പ്രായമായിട്ടുള്ള ആളുകൾ അത്തരത്തിലുള്ള സൊല്യൂഷൻസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ ബഹുമാനത്തോടെ മാറ്റി നിർത്തേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. എൻ്റെ 2 പെൺമക്കൾക്കും അവർ വളരെ ഫ്ലൈങ് കളേഴ്സിൽ ട്രിവാൻഡ്രം CET പാസ് ഔട്ട് ആയവരാണ്. അവർക്ക് എൻ്റെ ഇളയ മോക്കാണെന്നുണ്ടെങ്കിൽ ഒരു 2 വലിയ ഓഫറാണ് അന്ന് പ്ലേസ്മെന്റ് വന്നത്. ഞാൻ പറഞ്ഞു, അതിപ്പോൾ പോകേണ്ട കാര്യമില്ല. ഈ പ്ലേസ്മെന്റ് വാങ്ങിയിട്ട് നീ ഒന്ന് ഹയർ സ്റ്റഡീസിന് പോയിക്കോളൂ, നല്ല മെഡിക്കാൻ പഠിക്കാൻ പോയിക്കോളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു നല്ല വിവാഹം നോക്കാം. ഉടനെ വിവാഹം പറ്റുന്നില്ല എന്ന്. അപ്പം ഞാൻ മനസ്സിലാക്കി, ഇതിനെ വിട്ട് കഴിഞ്ഞാൽ ഇതിനെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ ഒക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം, ഞാൻ വിവാഹം ആലോചിച്ച് റെഡിയാക്കി ഒക്കെ വെക്കാം, നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കല്യാണം കഴിക്കാം. അതിനുശേഷം അവനും കൂടെ സമ്മതിക്കുന്നെങ്കിൽ ഏത് ജോലിക്ക് പോയിക്കോളൂ, എനിക്കിതിന് സമയമില്ല, നിന്നെ കൊണ്ട് നടക്കാനൊന്നും എനിക്ക് സമയം സൗകര്യം ഇല്ല, എനിക്ക് വേറെ ഒരുപാട് ജോലികളുണ്ട് എന്ന് ഞാൻ അതിനെ ബോധ്യപ്പെടുത്തിയിട്ട് അതിന് വിവാഹം കഴിച്ചു കൊടുത്തു. സുഖമായിട്ട് 2 കുട്ടികളുമായിട്ട് താമസിക്കുന്നു, ഭർത്താവുമായിട്ട് യാതൊരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാവി നശിച്ചൊന്നുമില്ല. അത് എൻ്റെ മൂത്ത മകളോടൊപ്പം അതിൻ്റെ ജോലിയിൽ പങ്കാളിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലാതെ സസുഖം ജീവിക്കുന്നുണ്ട്. അവർ നല്ല കുടുംബ ജീവിതം അതിനുണ്ട്. എൻ്റെ മൂത്ത മകളുടെ കാര്യം ഇത് തന്നെ. ഒരു ബാങ്കിങ് മേഖലയിലുള്ള ഒരു വലിയൊരു ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് ആദ്യം അതിന്റെ നിർബന്ധം കൊണ്ടാണ് ചേർന്നോളാൻ ഞാൻ പറഞ്ഞത്. ചേർന്ന് കഴിഞ്ഞ് ഒരു വർഷം കൊണ്ട് അതിന്റെ നട്ടലൊടിയുന്നതായിട്ട് അതിന് മനസ്സിലായി. ഞാൻ പറഞ്ഞു, നീ ഇതിനെന്തിനെ പോകുന്നേ? മാത്രമല്ല, ഈ മേഖലയിലുള്ള കളിപ്പീരുകളും ചതികളും നീ മനസ്സിലാക്കണം. കാരണം അത് ഞാൻ ബാങ്കിന്റെ ഒന്നും ഞാൻ പേര് പറയുന്നില്ല. അത് കാരണം അത് വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിന് അവിടുത്തെ അക്കൗണ്ടിങ് സിസ്റ്റം ഒക്കെ അങ്ങ് ആ പഴയ വിഷമമായി. ഞാൻ പറഞ്ഞു, ഇമ്മീഡിയറ്റ്ലി റിസൈൻ ചെയ്തേക്കാൻ പറഞ്ഞു. അത് ഞാൻ ചോദിച്ചു. ഇപ്പൊ സുഖമായിട്ട് അത് സിനിമയ്ക്ക് ഇഷ്ടംപോലെ സ്ക്രിപ്റ്റ് എഴുതി കഴിയുന്നു. പണ്ട് മുതൽ നമ്മൾ മോറൽ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ ആളുകളെ സ്വാധീനിക്കണമെന്ന ആഗ്രഹത്തോടെ ചെയ്യുന്ന പ്രസംഗങ്ങളിലും സ്ഥിരമായി കേൾക്കുന്ന ഒരു സംഗതിയാണ് ഈ അനുഭവങ്ങളിൽ നിന്നുള്ള വർത്തമാനങ്ങൾ. അനുഭവങ്ങളിൽ നിന്നിട്ട് കാര്യങ്ങൾ പറയുന്നത് വളരെ എഫക്റ്റീവാണ്, ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ആളുകൾ അത് സിമ്പിളി കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും, പരാജയപ്പെട്ടു പോകും. ഇവിടെ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. എന്താണ്? അമിത ജോലി ഭാരത്തെ തുടർന്ന് ഒരാൾ മരിച്ചു. അത് സ്ത്രീയോ പുരുഷനോ എന്നൊക്കെ ഉള്ളത് വളരെ താഴെ കിടക്കുന്ന ഒരു ഏരിയ ആണ്. അത് പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്കും അമിത ജോലിഭാരമുണ്ട്,
ചില ആളുകൾ അതുമായി ബന്ധപ്പെട്ട് മരണപ്പെടാറുണ്ട്. ഹൃദ്രോഗത്തിന്റെ നിരക്കിനെ കുറിച്ച് നമുക്കറിയാം. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് ദുബായിലേക്ക് എത്രയധികം ആളുകൾ മരിക്കുന്നുണ്ട്. പുരുഷന്മാരാണ് അവരിൽ കൂടുതൽ ആളുകളും. അതും അമിത ജോലിഭാരം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ജെൻഡർ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. എന്നാൽ അവിടെ ഒരു പെൺകുട്ടി മരിച്ചതുകൊണ്ട് അതിനെ ആ ഒരു രീതിയിലേക്ക് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. പക്ഷെ ആ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ട്, അദ്ദേഹത്തിന്റെ സൊല്യൂഷൻ കൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്നിട്ട് പറയുകയാണ്, എൻ്റെ 2 പെൺകുട്ടികളെ ഞാൻ അവരുടെ വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഓഫറിനും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ കുടുംബജീവിതത്തിലേക്ക് പറഞ്ഞു വിട്ടു. അതുകൊണ്ട് അവർ ഭംഗിയായിട്ട് ജീവിക്കുന്നുണ്ട്. അവർക്ക് 2 കുട്ടികളൊക്കെ ഉണ്ട്. ഇതുങ്ങൾ എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കൊണ്ട് നമുക്ക് ഒരു വലിയ ബഹുമാനമൊന്നും ആ പെൺകുട്ടികളോട് തോന്നത്തുമില്ല. അത് അദ്ദേഹത്തിന്റെ ആ ഒരു വർത്തമാനത്തിന്റെ ഒരു പ്രശ്നമാണ്. ഇന്നുണ്ടായ ഒരു കുട്ടിക്കും നമ്മൾ അദ്ദേഹം എന്ന് പറയുന്ന ഒരു നാമകരണം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അവർക്കും ഈ ഒരു ഇന്ത്യൻ പൗരനായിട്ട് ജനിക്കുന്ന സമയത്ത് കുറേയധികം അവകാശങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പേരൊക്കെ ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജനന സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊരു പേരൊക്കെ ഉണ്ട്. ആ ഒരു പേരിലാണ് പിന്നീട് അദ്ദേഹം അറിയപ്പെടേണ്ടതും. എന്നാൽ ഉണ്ടാവുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി ഇല്ലല്ലോ, ജോലിക്ക് പോകണ്ട എന്നുള്ളതാണല്ലോ കോമൺ ആയിട്ടുള്ള ഒരു വെയ്പ്പ്. പ്രശ്നങ്ങളിൽ നിന്നിട്ട് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ സ്ത്രീകളെ പെട്ടെന്ന് കെട്ടിച്ചു വിടുക എന്നുള്ളതാണ്. അപ്പോൾ മിസ്സസ് ആയിട്ട് അങ്ങോട്ട് മാറിക്കോളും. അപ്പോൾ ഇതൊരു സൊല്യൂഷനായിട്ടാണ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ സൊല്യൂഷൻ അദ്ദേഹം കൊടുത്തോട്ടെ. ഈ സൊല്യൂഷൻ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ഉള്ള ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വിക്ടിം ബ്ലെയിമിംഗ് ഉണ്ട്. തങ്ങളുടെ കുട്ടിയെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു അമിത ജോലിഭാരം കൊണ്ടാണ്. അപ്പൊ അമിത ജോലിഭാരം എന്നുള്ളതാണ് അവിടുത്തെ പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു സംഗതി. എന്നാൽ അതിനകത്തേക്ക് വേറെ ഒരു സാധനം ആഡ് ചെയ്തിട്ട് നേരത്തെ കല്യാണം കഴിച്ചു വിടുമായിരുന്നെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള ഒരു ബ്ലെയിമിംഗ് ആണ്. അങ്ങനെ നേരത്തെ കല്യാണം കഴിച്ച് വിടുകയായിരുന്നെന്നുണ്ടെങ്കിൽ അമിത ജോലിഭാരം കുറയും എന്നുള്ളതിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൂഫുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ ഈ അമിത ജോലിഭാരം ഉള്ള ആളുകൾ, വിവാഹിതരായിട്ടുള്ള ആളുകൾ മരണപ്പെടുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതിന് എന്തെങ്കിലും സ്റ്റഡി ഉണ്ടോ? പങ്കാളികളുമായിട്ട് ജീവിക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതം ചൂസ് ചെയ്യുന്ന ആളുകളിൽ അവരുടെ വൈകുന്നേരങ്ങളിൽ മാനസിക സംഘർഷം വളരെ കുറയാറുണ്ട് എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അത് എല്ലാ വീട്ടിലെ സാഹചര്യം ഒന്നായിരിക്കില്ലല്ലോ. പങ്കാളികൾ തമ്മിൽ ഐക്യമില്ലാത്തവരിടത്താണെന്നുണ്ടെങ്കിൽ കൂടുതൽ സംഘർഷങ്ങളല്ലേ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതൊന്നും ഒരു കോമൺ ആയിട്ട് കൊടുക്കാൻ വരുന്ന സൊല്യൂഷൻ അല്ല വിവാഹം എന്ന് പറയുന്നത്. എല്ലായിടത്തും വിവാഹമാണ് സൊല്യൂഷൻ. എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്നല്ല, എല്ലാ ആളുകളുടെ സാഹചര്യങ്ങൾ ഒന്നല്ല. ചില ആളുകൾക്ക് വിവാഹമാണ് ഏറ്റവും വലിയ ടെൻഷൻ. അവിടെ നമ്മൾ എന്നാ സൊല്യൂഷൻ കൊടുക്കും? ആരും വിവാഹം കഴിക്കേണ്ട എന്ന് പറയുന്ന സൊല്യൂഷൻ കൊടുക്കുമോ? പെൺകുട്ടികളുടെ കേസ് വരുന്ന സമയത്ത് അവർ ജോലി സ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊതുവിടത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഈസ് വെരി സിമ്പിൾ. അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കുക, സ്ത്രീകളെ അങ്ങോട്ട് ഒളിപ്പിച്ച് നിർത്തിയേക്കുക. അതാണ് സൊല്യൂഷൻ. ഇതിനോടൊപ്പം അദ്ദേഹം ആഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ബാങ്കിങ് മേഖലയിലെ ചൂഷണങ്ങൾ, ആ ഒരു ജോലിയിലെ കുറേയധികം തട്ടിപ്പുകൾ, കാര്യങ്ങളൊക്കെ. അദ്ദേഹം മകളോട് റിസൈൻ ചെയ്യാൻ പറഞ്ഞു അമിത ജോലിഭാരം കണ്ട സമയത്ത്. മകള് റിസൈൻ ചെയ്തു, രക്ഷപ്പെട്ടു. അവരും കുടുംബമായിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കലാവൈഭവം കൊണ്ട് സിനിമാ തിരക്കഥകൾ എഴുതാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. കലാകാരി ആയിരുന്നതുകൊണ്ട് ആ ഒരു സാഹചര്യം ഉണ്ടായി. എന്ന് വെച്ചിട്ട് സ്ത്രീകളായിട്ടുള്ള ആളുകൾ ബാങ്കിങ് മേഖലയിലേക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ആ ഒരു മേഖലയിലേക്ക് വരുന്ന പുരുഷന്മാർ മാത്രം മാനസിക സമ്മർദ്ദം അനുഭവിച്ചാൽ മതി, പുരുഷന്മാർ മാത്രം സമ്മർദ്ദം അനുഭവിച്ച് അങ്ങോട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൈറ്റ് ആണോ? പുരുഷന്മാരുടെ ആത്മഹത്യ നിരക്ക് കൂടുന്നുണ്ടല്ലോ. അമിത ജോലിഭാരം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ പുരുഷന്മാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത്. സ്ത്രീകളുടെ ആത്മഹത്യാ നിരക്കിനേക്കാളും വളരെ ഉയർന്ന രീതിയിലാണ് പുരുഷന്മാരുടെ ആത്മഹത്യാ നിരക്ക്. അപ്പോൾ നമ്മൾ ഈ സൊല്യൂഷൻ അവിടെ വർക്കാവുമോ? ഇല്ല. അതേപോലെ തന്നെ പെൺകുട്ടികളോട് വിവാഹത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ പറയുന്നു, ജോലിക്കൊന്നും പോകണ്ട എന്ന് പറയുന്നു. ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നല്ല ഓഫർ വന്നാലും ജോലിക്ക് പോകണ്ട എന്ന് പറയുന്നു. പക്ഷേ അത് കൊടുക്കുന്ന എക്സ്ട്രാ സ്ട്രെസ് ആർക്കാണ് കിട്ടുന്നത്? പുരുഷന്മാർക്കാണ് കിട്ടുന്നത്. ഇവരെയും കൂടെ നോക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അടിമപ്പണിയെടുക്കുന്ന, സമ്മർദ്ദമെടുത്ത് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന ഒരുത്തിന് മാത്രമേ ശരിക്കും പറഞ്ഞാൽ വിവാഹം കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ്. അദ്ദേഹത്തിന്റെ മക്കൾക്ക് ആലോചനകൾ വരുന്നത് പോലെ ആയിരിക്കില്ല ഇത് കേട്ടിട്ട് അതിൻ്റെ താഴെ കമൻ്റ് ഇടുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് ആലോചന വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ജീവിത നിലവാരം മാത്രമേ സ്വന്തം മക്കൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള മാതാപിതാക്കളുടെ നല്ല കുടുംബ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ വരുന്ന ഒരു ഓപ്ഷനാണ്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്കിടയിൽ കുറച്ച് സക്സസ് റേറ്റ് ഉള്ള ഒരു ഓപ്ഷനാണ് ഈ കരിയർ നോക്കാനുള്ള വിവാഹം എന്ന് പറയുന്നത്. സാധാരണക്കാരന് പറ്റുന്ന ഒരു സംഗതിയാണോ? അല്ല. പക്ഷേ ഒരു ആള്, സമൂഹത്തിലെ പ്രധാനിയായിട്ടുള്ള ഒരാൾ ഇരുന്ന് ഇങ്ങനെ സൊല്യൂഷൻ കൊടുക്കുകയാണ്, കുറേയധികം ആളുകൾ അത് ഏറ്റെടുക്കുന്നു. അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ചില ആളുകൾ ജോലിക്ക് പോകുന്ന മക്കളുള്ള മാതാപിതാക്കളെ അധിക്ഷേപിക്കുന്നു. മക്കളെ പണിക്ക് വിട്ട് തിന്നുന്ന മാതാപിതാക്കൾക്ക് ഇതൊരു പാഠമായിക്കോട്ടെ. എല്ലാ വീട്ടിലും
എല്ലാവരും ആരോഗ്യ ദൃഢഗാത്രരൊന്നും ആയിരിക്കില്ല. സ്വന്തം മക്കൾ ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. ഇപ്പം ഒരു വീട്ടിൽ 2 പെൺകുട്ടികളാണ് ഉണ്ടായത്. അവര് അത് ഇത് എന്ന് പറഞ്ഞിട്ട് അവരെ അധിക്ഷേപിക്കുന്ന മാതാപിതാക്കളല്ല. അവർ നല്ല രീതിയിൽ ആ പെൺകുട്ടികളെ പഠിപ്പിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് അവർക്ക് ജോലി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. എന്ത് ചെയ്യും ഈ കുട്ടികളെയും കൊണ്ട്? ഇവര് സൊല്യൂഷൻ കൊടുക്കും, പിള്ളേരെ കെട്ടിച്ചു വിട്ടാൽ മതി. പക്ഷെ മാതാപിതാക്കളുടെ ചികിത്സ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് കുട്ടികൾക്കൊരു ആഗ്രഹം ഉണ്ടാവും. മക്കളാണ്. അപ്പൊ അവർ ജോലിക്ക് പോയി ഈ മാതാപിതാക്കളെ നല്ല രീതിയിൽ നോക്കുന്നു. ഇതിലെന്താണ് പ്രശ്നം? ഞാൻ താമസിക്കുന്ന ജില്ല കോട്ടയാണ്. കോട്ടയത്തിന് വലിയ പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്. ഇവിടെ കുറേ വിദ്യാഭ്യാസ നിലവാരമുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതിയുണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ വിദേശ ജോലി എന്നീ കാര്യങ്ങളാണ് കോട്ടയം ജില്ലയുടെ സാമൂഹിക നിലവാരം കാര്യമായി തന്നെ വർദ്ധിപ്പിച്ചത്. ഇവിടെയുള്ള ഒത്തിരിയധികം വീടുകളിൽ ആളുകൾ വിദേശത്ത് ആണ്. അത് പലപ്പോഴും നേഴ്സുമാരായിട്ടുള്ള ആളുകൾ വിദേശത്തേക്ക് പോയതുകൊണ്ട് സാധിച്ച ഒരു കാര്യമാണ്. നാട് എത്ര ഭംഗിയായി വികസിച്ചു, ആളുകളുടെ സാമ്പത്തിക നിലവാരം വർദ്ധിച്ചു, ഒത്തിരിയധികം ആളുകൾ വിദേശത്തേക്ക് പോകുന്നു. ആ ഒരു സാമ്പത്തിക നിലവാരം ശരിക്കും നാടിൻ്റെ ബാക്കിയുള്ള വികസനങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. നമ്മുടെ കോടതികൾ, പോലീസ് സ്റ്റേഷനുകൾ, മാധ്യമങ്ങൾ ഡെയിലി നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സംഗതി ഇവിടുത്തെ ഈ ഒരു ഫാമിലി സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കുടുംബ കോടതിയിലൊക്കെ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. ഗാർഹിക പീഡന വ്യാജ പരാതികളെ കുറിച്ചിട്ട് നമ്മൾ ആകുലപ്പെടാറുണ്ട്. എന്നാൽ എപ്പോഴും ഈ ഗാർഹിക പീഡനവും കുടുംബ പ്രശ്നങ്ങളുമായിട്ടുള്ള പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾ തമ്മിലുള്ള ബന്ധമാണ്. ഇതിനകത്ത് ഇദ്ദേഹം ആഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. പണ്ടൊക്കെ പേരൻസ് പെൺകുട്ടികൾക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് സ്വീകരിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. അതിനകത്തെ പരാജയത്തെ മനസ്സിലാക്കിയപ്പോഴാണ് ആളുകൾക്ക് ഫിയർ ഉണ്ടായത്. നമ്മൾ ഈ പെൺകുട്ടികൾക്കിടയിൽ വിവാഹം കഴിക്കാത്തതിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് ഒരു അന്വേഷണം നടത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്ന കമൻസ് ആണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ തങ്ങളെ അലട്ടുന്നുണ്ട്. അറേഞ്ച്ഡ് മാരേജ്, സ്ത്രീധന പീഡനങ്ങൾ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വലിയ കാര്യമായിട്ട് നേരത്തെ കെട്ടിച്ചു വിട്ടവർക്കിടയിൽ ഉണ്ടാകുന്ന സംഗതികൾ തന്നെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ സക്സസ് റേറ്റ് വളരെ ലോ ആയിട്ടിരിക്കുകയും എന്നാൽ കാലഘട്ടങ്ങളോളം ഇത് സൊല്യൂഷനായിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു രീതി ഭയങ്കര അപകടകരമാണ്. ആദ്യം പറഞ്ഞത് വീണ്ടും ഒന്ന് ഓർക്കുക. എന്തെങ്കിലും ഒരു സാമൂഹിക പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഇവർ തരും. ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര റോങ് ആയിട്ട് ആളുകളെ ജഡ്ജ് ചെയ്യുന്ന തരത്തിലേക്ക് ഉള്ളതായിരിക്കും. ഇപ്പം IT സെക്ടറിൽ അമിത ജോലി ഭാരം കൊണ്ട് ഒരു മരണം ഉണ്ടായി. അപ്പോഴേ ഈ പറഞ്ഞ ആളുകൾ സൊല്യൂഷൻ എന്തായിരിക്കും കൊടുക്കുന്നത്? IT ജോബിലേക്ക് പിള്ളേരെ പറഞ്ഞു വിടണ്ട, അല്ലാതെ ആ ഒരു മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ഒരു സജഷൻ വളരെ ലേറ്റായിട്ട് മാത്രമാണ് ഇവർ കൊടുക്കുന്നത്. ഇദ്ദേഹം അതിൻ്റെ അവസാനം പറയുന്ന ഒരു ശക്തമായിട്ടുള്ള നിയമങ്ങൾ വരണം. പക്ഷേ ഇദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ആദ്യം പറയേണ്ടുന്ന കാര്യമാണ് അവസാനം പറയുന്നത്. ജോലിക്ക് വിടണ്ട, പെൺകുട്ടി മരിച്ചല്ലേ, പെൺകുട്ടികളെ ജോലിക്ക് വിടണ്ട, ബാങ്കിങ് മേഖലയിൽ വിടണ്ട, IT മേഖലയിൽ വിടണ്ട. പെൺകുട്ടികൾക്ക് സന്തോഷം വിവാഹ ജീവിതമല്ലേ. തൻ്റെ മക്കൾക്ക് അങ്ങനെയാണല്ലോ, ബാക്കിയുള്ള പെൺകുട്ടികളായിട്ടുള്ള മക്കൾക്കും അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത് എന്നുള്ള ഒരു സമീപനമാണ്. അതേപോലെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് IT ജോബ് ഒരു പ്രശ്നമാണ്. 20-21 വയസ്സിൽ ശമ്പളം കിട്ടുന്നു, അവരത് ദുരുപയോഗം ചെയ്യുന്നു, സാമൂഹിക പ്രതിബദ്ധതയില്ല. അങ്ങനെ എങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും? നമ്മൾ കുട്ടികൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാണ്. അത് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ പരാജയപ്പെട്ടതിന് ശേഷം അവർക്ക് 20-ാമത്തെ വയസ്സിൽ പൈസ കിട്ടി അവരത് ചെലവാക്കി എന്ന് പരാതിപ്പെടുന്നതിനകത്ത് എന്താ അർത്ഥമാണുള്ളത്? അപ്പോൾ നമ്മുടെ കരിക്കുലം മാറണ്ടേ? ഫിനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ചിട്ട് ഇപ്പം ഇൻഫ്ലുവൻസേഴ്സാണ് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഇവിടെ നല്ല രീതിയിൽ ഓടുന്നത്? പിള്ളേർക്കൊന്നും അറിയില്ല, ആർക്കും അറിയില്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്. നമുക്ക് പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ചില രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചിട്ടി എന്ന് പറയുന്ന ഒരു സ്കീമൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ഓടുന്നത്. ചിട്ടിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ കാലഹരണപ്പെട്ട ഒരു സംഗതിയാണ്. ചിട്ടിയുടെ ആവശ്യം തന്നെ ഇല്ല. നല്ല ക്രെഡിറ്റ് പ്രൊഫൈലുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഷോർട്ടായിട്ടുള്ള നീഡുകൾക്ക് അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് തൽക്കാലം യൂസ് ചെയ്താൽ മതി. അദ്ദേഹത്തിന് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് കിടക്കുകയായിരിക്കും. ഇനിയിപ്പോൾ സേവിങ്സ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ വെറുതെ ലെക്ക് കൊണ്ട് വലിയ ലാഭമൊന്നും ഇല്ലാത്തൊരു ചിട്ടിയിലിടുന്നതാണോ വല്ല മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്നതാണോ നല്ലത്? ഇതാണ് ഇത്തരത്തിലുള്ള ആൾക്കാരോട് നമ്മൾ സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്താലുള്ള കുഴപ്പം. ചർച്ച ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് ഇരയാക്കപ്പെട്ട ആൾക്കാർ പ്രതിസ്ഥാനത്തേക്ക് വരും. പതിവിന് വിപരീതമായി അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒത്തിരിയധികം ആളുകൾ വന്ന് വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു ചോദ്യം എന്ന് പറയുന്നത്, പെൺമക്കളെ എന്തിനാണ് പ്രൊഫഷണൽ കോളേജിൽ ചേർക്കുന്നത്? മറ്റുള്ളവരുടെ സീറ്റ് കൂടെ നഷ്ടപ്പെടുത്താനോ? ശരിയാണ്,
ഉന്നത വിദ്യാഭ്യാസം നേടി വെറുതെ വീട്ടുജോലി ചെയ്യിപ്പിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തിനാണ് ബാക്കിയുള്ള ആളുകളുടെ സീറ്റ് നഷ്ടപ്പെടുത്തുന്നത്? അവിടെ പിടിപാട് വെച്ചും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കോച്ചിങ് സ്ഥാപനങ്ങളിൽ വലിയ ഭീമമായിട്ടുള്ള പൈസ കൊടുത്തും ഇത്തരത്തിലുള്ള ആളുകൾ ഇടിച്ചു കയറ്റും, എന്നിട്ട് വീട്ടിലിരുത്തും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആവശ്യമുള്ള നീഡുള്ള ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്, അങ്ങനെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെയാണ് ഈ സാമ്പത്തിക അന്തരത്തിൻ്റെ പ്രശ്നം. ഇവർക്കൊന്നും ജോലിക്ക് പോകാൻ വേണ്ട, എന്നിട്ട് നമുക്ക് നല്ല മാൻ പവർ ഇല്ലതാനും, നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളില്ല, അല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വീട്ടിലിരിക്കുകയും ചെയ്യും. അലങ്കാരത്തിന് വേണ്ടി, പ്രൊഫൈലിന് വേണ്ടി, ചുമ്മാ പേരിൻ്റെ അറ്റത്ത് എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടി പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അവർക്ക് ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും, കാരണം അനുകൂല സാഹചര്യങ്ങളുണ്ട്, സ്ട്രെസ് ഇല്ല. പഠിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിലേക്ക് കയറാൻ പറ്റും. അങ്ങനെ പഠിച്ച് അവർ ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റിവാർഡുകൾ ഇഷ്ടം പോലെയാണ്. ഇപ്പോൾ MBBS ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പാസ് ആവുന്ന സമയത്ത് തന്നെ പുരുഷന്മാർക്ക്, ആൺകുട്ടികൾക്ക് കിട്ടുന്ന വലിയ സ്ത്രീധന ഓഫറുകളാണ്, കോടികൾക്ക് മുകളിലാണ്. എന്നാൽ അതുവരെ പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരുത്തൻ നഷ്ടപ്പെടുത്തുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് മുഴുവൻ ഭാരവുമായിട്ട് പഠിക്കാൻ വരുന്ന ഒരാളുടെ സീറ്റാണ്. അവന് ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പഠിക്കാനായിട്ട്. ഇത്തരത്തിലുള്ള കുറേയധികം വൈരുദ്ധ്യങ്ങളാണ് ഈ സൊല്യൂഷൻസ് കൊടുക്കുന്ന ആളുകൾ പടച്ചു വിടുന്നത്. പക്ഷെ നമ്മൾ അവരെയൊക്കെ ഒരു ഉന്നത സ്ഥാനത്ത് ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. അവരുടെ ഉപദേശങ്ങൾ ഇങ്ങനെ നമ്മളുടെയൊക്കെ വാട്സപ്പിലേക്ക് പല ആളുകൾ ഷെയർ ചെയ്ത് തരും. പക്ഷെ അത് ഭയങ്കര അപകടകരമായിട്ടുള്ള ഉപദേശങ്ങളും സൊല്യൂഷൻസും ഒക്കെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.